ശ്രീ അനിൽകുമാർ, ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള കുഴൽനാടൻ്റെ ഒരു നീക്കം, അതായത് മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും പിണറായി വിജയനെ നേരിടാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായാലും വി ഡി സതീശനായാലും ഈവൻ സുധാകരനായാൽ പോലും അതിനുള്ള കപ്പാസിറ്റി ഇല്ല. തനിക്ക് മാത്രമാണ് പിണറായി വിജയനെ നേരിട്ട് നിന്ന് എതിർക്കാനുള്ള ശേഷിയുള്ളത് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയല്ലേ ശരിക്കും കുഴൽനാടൻ ഈ ഒരു നാടകവുമായിട്ട് ഒരു കോടതിയിൽ നിൽക്കാത്ത കുറച്ച് സർക്കാർ രേഖകളുമായിട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തിയതിൻ്റെ പിന്നിലെ ഒരു ചേതോവികാരം? അല്ല, യഥാർത്ഥത്തിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു പ്രചാരവേലയുടെ ഒരു ഇരിപ്പിടമുണ്ട്. ആ സിംഹാസനത്തിൽ ഇരുന്ന് യഥേഷ്ടം ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായി നുണകൾ അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുക. ഇതായിരുന്നു മാത്യു കുഴൽനാടന്റെ തന്ത്രം. മറുഭാഗത്ത് മാത്യു കുഴൽനാടൻ സ്വന്തമായി നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരങ്ങളും തട്ടിപ്പുകളും പുറത്തു വരികയും ചെയ്തു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പോരാളിയുടെ മുഖം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല എത്രത്തോളം നിഷ്പ്രഭനായോ അത്രത്തോളം സതീശനെയും മറികടക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് ഈ മാധ്യമ പരിചാളയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. അത് യു ഡി എഫിന്റെ ആകെ നേതാക്കന്മാരെ എല്ലാം ഒരു മാസ്മരിക ഭാവത്തോടെ വശത്താക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കെ എം ഷാജിയെപ്പോലുള്ള ഒരു നേതാവ് പറഞ്ഞത്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ താൻ പെട്ടുപോയെങ്കിലും കുഴൽനാടൻ സ്വന്തമായിട്ടൊരു വക്കീലാഫീസ് തന്നെ കൂടുതൽ വരുമാനമുള്ള ഒരു ആഫീസുള്ള ഒരാളാണ്. ഇതോടുകൂടി പിണറായി വിജയന്റെ കഥ കഴിഞ്ഞു. ഇതായിരുന്നു അവരുടെയൊക്കെ പ്രസംഗങ്ങൾ. ഇതിന്റെ ഭാഗമായിട്ട് യു ഡി എഫിന്റെ ആകെ നേതൃനിരയിലേക്ക് പോരാട്ട ബിംബമായി കുഴൽനാടൻ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഈ പോരാട്ടത്തിലൂടെ അവരാഗ്രഹിച്ചത്. പക്ഷെ സംഭവിച്ച കാര്യം മറ്റൊന്നാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ പറയുന്ന കടലാസ് എന്ന് പറയുന്നത്, അവരുടെ ഉത്തരവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഈ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടതല്ല. അവർക്കെതിരെ വ്യാജമായൊരു കാര്യം എഴുതി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒരു ഒത്തുതീർപ്പ് കോടതിയുടെ കാര്യമാണ് എന്നതുകൊണ്ട് അപ്പീൽ ആർക്കും കൊടുക്കാനാവില്ല. ആ പരാമർശങ്ങൾ നമ്മുടെ രാജ്യത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയിലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. അത് മാറ്റുകയുമില്ല. കാരണം അത് കഴിഞ്ഞ കാര്യമാണ്. അതോടുകൂടി സെറ്റിൽ ചെയ്ത് കുഴിച്ചു മൂടിയ കാര്യമാണ്. അത് പിന്നീട് ആവില്ല. അപ്പൊ എല്ലാ കാലവും ചാപ്പ കുത്തുന്ന പോലെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ദേഹത്ത് ഒരു ചാപ്പ കുത്തി വിടാനായിരുന്നു കേന്ദ്ര സർക്കാർ ചിന്തിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം അതിനായിരുന്നു. പക്ഷെ സംഭവിച്ച കാര്യം എന്താണ്? കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു ചാപ്പ കുത്തിവിട്ട് എല്ലാ കാലവും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കുഴൽനാടന്റെ വ്യക്തി താല്പര്യങ്ങൾ അതിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന്റെ അമിത ഉത്സാഹം അതിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ കോടതിയിൽ കേസായി വന്നു. കേസായി വന്നപ്പോൾ മൂവാറ്റുപുഴ കോടതിയും കോട്ടയം കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇതേ കാര്യത്തിൽ 3 തവണ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതാ പുതിയ തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓരോരോ കാര്യങ്ങളുമായി പത്രസമ്മേളനം നടത്തി രംഗത്ത് വന്നു. അത് പൊലിപ്പിച്ചതിന് വേണ്ടി കൊടുത്തൊരു കേസാണിത്. സാധാരണഗതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുമ്പോൾ അതിലൂടെ വാർത്തകൾ നിലനിർത്താം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാം. ഇതായിരുന്നു കണ്ടത്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നീതി നിർവഹണം, അതായത് നീതിയുടെ കിരണങ്ങൾ തേടി വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ നീതി നിർവഹണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഴൽനാടനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. അതാണ് കുഴൽനാടനെ ആപ്പിലാക്കിയത്. ഒന്നാമത്തെ കുഴൽനാടനുള്ള ചോദ്യം, ഈ ഗവൺമെന്റ് എന്ത് സഹായമാണ് ചെയ്തതെന്ന് നിങ്ങൾ ഉത്തരം പറയണം. ഒരു അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, CMRL എന്ന് പറയുന്ന ഈ കമ്പനിയും KMML എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം തമ്മിൽ എന്തെങ്കിലും കരാറോ പരിപാടികളോ നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിന്റെ IRE എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. IREയും കരിമണൽ കമ്പനിയായിട്ടാണ് ഇടപാടുകളെല്ലാം നടക്കുന്നത്. കേന്ദ്ര സർക്കാരില്ലാത്ത എന്ത് ദോഷമാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കാൻ പോകുന്നത്? ഇത് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും നിയമപരമായി ലിങ്ക് ചെയ്തതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് കോടതി അക്കമിട്ട് ഈ വിധിയിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം കുഴൽനാടൻ എടുത്തു കൊടുത്തിട്ട് ഉത്തരം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയെന്നാണ് കോടതി വിധി പറയുന്നത്. അതിനർത്ഥം എന്താണ്? ഒരു നിയമപരമായ വ്യവഹാരത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോയപ്പോൾ അതിൽ അന്തിമമായി മുഖ്യമന്ത്രിക്കും മകൾക്കും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ടി വന്നു. ക്ലീൻ ചിറ്റ് ലഭ്യമായി. അത്തരമൊരു വിധി സമ്പാദിച്ചു തന്നതിൽ കുഴൽനാടൻ കേരള രാഷ്ട്രീയത്തിൽ പുലർത്തിയിട്ടുള്ള സേവനം എന്തായാലും ഓർക്കേണ്ടതാണ്. കുഴൽനാടൻ വ്യക്തിപരമായി ഇറങ്ങി പുറപ്പെട്ടതാണ്, കോൺഗ്രസുമായി ബന്ധമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടതാണ്, അതിൽ നേതാവായി തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും സംഭവിച്ചത്
കേന്ദ്ര സർക്കാർ ഒരിക്കലും മായാത്തൊരു മുദ്ര ചാപ്പ പോലെ കുത്തിവെക്കാൻ ശ്രമിച്ചിരുന്നതിനെ കഴുകിക്കളയുന്നതിനും സത്യം പുറത്തു കൊണ്ടിരുന്നതിനും ഈ നിയമയുദ്ധം കേരള സർക്കാരിനെ സഹായിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് കുഴൽനാടനോട് ഞാൻ നന്ദിയുള്ളവനാണ്. ശ്രീ അനിൽകുമാർ, ഇന്നലെ കുഴൽനാടൻ തന്നെ ഈ വിധി വന്നതിന് ശേഷം പറഞ്ഞത് അത് തിരിച്ചടി തന്നെയാണ്, ആ തിരിച്ചടി അംഗീകരിക്കുന്നു എന്നാണ്. പക്ഷേ ചില മാധ്യമങ്ങളെങ്കിലും പറയുന്നത് തൻ്റെ പോരാട്ടം തുടരും കുഴൽനാടൻ എന്ന് പറഞ്ഞിട്ടാണ്. മാധ്യമങ്ങളുടെ ഒരു വല്ലാത്തൊരു പരിലാളന ഇക്കാര്യത്തിൽ എന്തായാലും കുഴൽനാടന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ കുഴൽനാടന് ബോധ്യപ്പെട്ടു കാണും. ശ്രീ അനിൽകുമാർ. അല്ല, മാസപ്പടി എന്നൊരു പേരാരാ നിർമ്മിച്ചത്? നിങ്ങൾക്ക് മാസപ്പടി കിട്ടുക എന്ന് തന്നെ അതിനർത്ഥം എന്ന് വെച്ചാൽ അഴിമതിയുടെ പ്രതിഫലം പണമായി കിട്ടിയെന്നാണ്. അതാണ് മാസപ്പടി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ പ്രതിഫലം കിട്ടുക. മാത്രമല്ല, ഇതിലെ ഏറ്റവും രസകരവും തമാശയും എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനായ AK ആന്റണി കൊടുത്ത ലീസ് അനുസരിച്ച് 2016 ഏപ്രിൽ 8 മുതൽ ഈ കമ്പനിക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് യഥേഷ്ടം കരിമണൽ ശേഖരിക്കാം. 2019 കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതി വരുന്നത് വരെ ഒരു തടസ്സമില്ലാതെ ശേഖരിക്കാം. പക്ഷെ പിണറായി സർക്കാർ അധികാരത്തിരുന്ന ആ 3 കൊല്ലക്കാലെന്ന് മാത്രമല്ല, നാളിതുവരെ ഒരു തരി മണൽ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ ഖനനം നടന്നിട്ടില്ല എന്ന് ആ കോടതി വിധി ഉറപ്പിച്ച് പറയുന്നു. അത്രയും വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം നിയമാനുസരണമായി ലഭിക്കാവുന്ന സഹായം പോലും ലഭിച്ചിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് മാസപ്പടിയാവുന്നത്? ആ മാസപ്പടി എന്ന് പറയുന്ന ചാപ്പ ഉണ്ടാക്കിയ പത്രം ഇന്ന് ആ വാർത്ത എവിടെയാ കൊടുത്തത്? നമ്മുടെ നാട്ടിലെ ആളുകളൊന്ന് ചിന്തിക്കണം. മാസപ്പടി എന്ന് പറഞ്ഞൊരു ചാപ്പ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിയുടെയും മേലെ ചാർത്തിത്തരാൻ പരിശ്രമിച്ച മാധ്യമം ഇന്ന് ആ വാർത്ത എവിടെ കൊടുത്തു? അവരുടെ നിരാശ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ കെട്ടിപ്പൊക്കിയത് പൊളിഞ്ഞതിൽ അവരുടെ നിരാശ കൃത്യമായതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഇടതുപക്ഷം തലകുനിക്കേണ്ട യാതൊരു കാര്യവും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, അഭിമാന പുരസ്സരം തലയുയർത്തി നിൽക്കാം. അഴിമതി നടത്തിയത് UDF ആണ്. അതും കോടതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നിങ്ങൾ അവിടുന്ന് കോടിക്കണക്കിന് രൂപ കടത്തിക്കൊണ്ടുപോയി നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് എന്താ പരാതി ഇല്ലാത്തത്? നിങ്ങളുടെ MLA-യും പൊതുപ്രവർത്തകനുമല്ലേ? പൊതു താല്പര്യ ഹർജിയല്ലേ കൊടുക്കുന്നത്? ആ പൊതു താല്പര്യത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും കൊണ്ടുപോയ കള്ളപ്പണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ആകുലത ഇല്ലാത്തതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും നെഞ്ചത്ത് തറച്ച അസ്ത്രമാണ് ഇന്ന് ഈ കോടതി വിധി എന്ന് കാണാം. തീർച്ചയായും അനിൽകുമാർ.